ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കീർത്തന. ഗൈസ്, ഇപ്പോൾ സമയം പുലർച്ചെ 2 മണിയാണ് കേട്ടോ. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങോട്ട് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടാൻ പോകുന്നത്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ അമ്പുച്ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഒരുങ്ങി കെട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീച്ചു. ആളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. ശില്പേച്ചിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ രാവിലെ മുതലുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പം മേക്കപ്പിന് ബിഫോർ മേക്കപ്പ് ലുക്കാണ് ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെ തൊട്ടോ. ഇനി ആഫ്റ്റർ വെച്ച് വെച്ച് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് കോയമ്പത്തൂർ വെച്ചാണ്. സോ കാലിക്കറ്റ് ടു കോയമ്പത്തൂർ വരേക്കും ഒരു 4 to 5 hours ട്രാവലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരത്തെ നമ്മൾ ഒരുങ്ങി കെട്ടി പോകുന്നത്. ഇവിടുന്ന് ഒരു 4 മണിക്ക് നമുക്ക് ഇറങ്ങണം കേട്ടോ. എന്നാൽ അവിടെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സ്നേഹയാണ്. നമ്മുടെ കോളേജ് കാലം മുതലേ ഉള്ള കൂട്ടാണ്. മാത്രമല്ല നമ്മൾ ഫ്രണ്ട്സൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരിക്കുമ്പം അതിൻ്റെ ബെനിഫിറ്റൊക്കെ നമുക്ക് എറിയും കിട്ടുന്നുണ്ടാവും. ഗൈസ്, എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ആ ഓവറോൾ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പൂവും കൂടി വെച്ച സെറ്റായി. ബട്ട് ഞാൻ ഇവിടുത്തെ പൂ വെക്കുന്നില്ല. കാരണം നമ്മുടെ ബ്രൈഡിൻ്റെ അടുത്ത് ഞാൻ കനകാംബരമായി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളത് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടോ. ഇനി അവിടെ പോയിട്ട് വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. സോ ഇറങ്ങുന്നതിന് മുൻപ് ചെക്കൻ കാല് പിടിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതാണ്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആളെൻ്റെ കാലിൽ വീഴാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഏട്ടനെ പിടിച്ചിട്ടാണ് എൻ്റെ പിടിക്കാൻ പോകുന്നത്. ബട്ട് രണ്ടും ഒരു അടിക്ക് അങ്ങോട്ട് തീർത്തുവിട്ടാണ്. ഫൈനലി നമ്മൾ ബസ് എത്തിയിട്ടുണ്ട്. 4 മണിയെന്ന് പറഞ്ഞെങ്കിലും ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് അതങ്ങനെ തന്നെയാണല്ലോ നടക്കുക. ഗൈസ്, സത്യം പറഞ്ഞാൽ അവിടെ എത്തുന്നവരെയും ഞാൻ അടങ്ങിയിരിക്കണം, ഡാൻസ് ഒന്നും കളിക്കരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഇളകി പോവുമല്ലോ. ഗൈസ്, എന്നെക്കൊണ്ട് പറ്റിയില്ല. പാട്ട് കേട്ടതും ഞാൻ എൻ്റെ തുള്ളൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ വീഡിയോസ് എല്ലാം ഞാനൊരു വ്ളോഗിന് വേണ്ടി എടുത്തതാണ്. ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറയാൻ വിട്ടുപോയി ഗൈസ്. കാരണം ആ തുള്ളലിൽ ഞാൻ അത്രയും ഭ്രമിച്ചു പോയിട്ടുണ്ടായിരുന്നു. എൻ്റേത് കിട്ടിയിട്ടില്ലെങ്കിലും ബാക്കി എല്ലാവരും വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ കഞ്ചിക്കോട് എത്തിയിട്ടുണ്ട്. കഞ്ചിക്കോട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പെരിയമ്മയുടെ വീടാണ്. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തിയിട്ട് ഇവിടെ നിന്നായിട്ടോ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു 1.5 hour കൂടി ഉണ്ട് ട്രാവൽ ചെയ്യാൻ. സോ ആളിതേ ഇവിടെ നിന്നാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പാലക്കാട് നിന്ന് നമുക്ക് കുറച്ചധികം ടീംസ് കയറാനുണ്ടായിരുന്നേ. ഗൈസ്, ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ചെലങ്കേൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവും. വേറൊന്നുമല്ല, എൻ്റെ മോളാണ് കേട്ടോ. ആള് ചെലങ്കപ്പാദസാരാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണേ. ഗൈസ്, ഫൈനലി നമ്മളിതേ കോയമ്പത്തൂർ റീച്ച് ആയിട്ടുണ്ട്. കോയമ്പത്തൂർ ഹോട്ടലിൽ വെച്ചായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കറക്റ്റ് സമയത്ത് പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും കോയമ്പത്തൂരിൻ്റെ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയോ നമ്മൾ തട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇതേ അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ദെൻ പെട്ടെന്ന് തന്നെ നമ്മളെ ഫംഗ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ஸ்ரீ பேச்சியம்மாள் மாரியம்மாள் துணை, ஸ்ரீ கருப்பசாமி துணை, வருஷம் ஐப்பசி மாதம் 25ஆம் தேதி 11/11/2026 புதன்கிழமை வளர்பிறை துவி திதியை திதியும் அனுஷம் நட்சத்திரமும் சித்த யோகமும் கூடிய சுபயோக சுப தினத்தில் காலை கேரளா கோழிக்கோடு லேட் சுப்பிரமணி ராஜம்மாள் மகன்மணி பேரனும் லேட் பொன்னம்பிள்ளை. ഗൈസ്, ഇപ്പോൾ വായിച്ചത് കല്യാണക്കുറിയാണ് കേട്ടോ. ഈ വർഷം November 11 നമ്മുടെ ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം. പെണ്ണിനെ ഒരുക്കുന്ന വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. ബട്ട് അതിനൊട്ടും ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾ ഒരുങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മളന്ന് സെലക്ട് ചെയ്ത സാരിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ.
സോ നമ്മൾ കൊണ്ടുവന്ന സാരിയാണ് ആള് മാറി വന്നത് കേട്ടോ. ഇവിടുത്തെ മെയിൻ ചടങ്ങാണ് ഈ പൊട്ടും പൂവും വെക്കല്. എല്ലാവരും ഈ കുങ്കുമവും മഞ്ഞളും മാത്രമല്ല പൂവ് ഉണ്ടായിരിക്കും, അതും കൂടി വെച്ചു കൊടുത്താൽ മാത്രമേ ചടങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ ചെക്കനും ഒരുങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗ്രൂമിന്റെ മേക്കപ്പ് ചെയ്തതും നമ്മുടെ സ്നേഹം തന്നെയാണ്. ആൾ ഇതേ സ്റ്റേജിലോട്ട് കയറാൻ വേണ്ടി പോവാണേ. பூ வைக்கிறீங்களா? எனக்கு நீங்க இவ்வளவு விவரமா இருக்கீங்க. பெருசா எடுத்துருக்கா ரோஸ் வைக்கிறீங்க, பூ வைக்கிறீங்க. யார் போறீங்க? ഫൈനലി നമ്മുടെ അമ്പുച്ചേട്ടനും ഇവിടെ ലോക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഇനിയുള്ള ചടങ്ങൊക്കെ ഞങ്ങൾക്ക് ഉള്ളതാണ്, കാരണം നമ്മൾ വളയിടുന്ന ചടങ്ങ് കൂടിയിട്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ചേർന്ന് ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ചടങ്ങുകളും ഇവിടെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളിത് ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളിത് ഊണ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. സദ്യ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മുടെ കേരള സ്റ്റൈൽ സദ്യയും തമിഴ്നാട് സ്റ്റൈൽ സദ്യയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്കധികം സ്പൈസസ് ആണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു അധികം സ്വീറ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണ് സ്റ്റേജ് കീഴടക്കിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ജാൻവിയുടെ ഒരു നല്ല ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ക്യാമറമാനെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കിയപ്പോഴും അവൾ ഡ്രസ്സൊക്കെ അഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. ജാൻവിയുടെ ഡ്രസ്സാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ആ ഡ്രസ്സ് അവൾക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. ഗൈസ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. വീട്ടിലെത്തി അങ്ങനെ കിടന്നു കേട്ടോ. സോ കൂടുതൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.